കേരള സർവകലാശാലയിൽ വിസിയുടെ വിലക്ക് മറികടന്ന് ജോൺ ബ്രിട്ടാസ് എം പി നടത്തിയ പ്രഭാഷണം വിവാദമായിരിക്കുകയാണ്. ടൈൽസിനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. എം പിയുടെ പ്രഭാഷണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് വിസി വിലക്കിയത്. സർവകലാശാല രജിസ്ട്രാറോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് വിസി പ്രഭാഷണം തടഞ്ഞത്. ഇടത് ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനാണ് പ്രതിമാസ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. ഇന്നുച്ചയ്ക്ക് 1:15 യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഹാളിലായിരുന്നു പരിപാടി നടക്കേണ്ടിയിരുന്നത്. പ്രഭാഷണം വിലക്കിയ വിസി തുടർ നടപടിക്ക് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. രജിസ്ട്രാർ സംഘാടകർക്ക് നോട്ടീസും നൽകി. വിലക്ക് ലംഘിച്ച് മുന്നോട്ടു പോകാനായിരുന്നു സംഘാടകരുടെ തീരുമാനം. രാഷ്ട്രീയ പരിപാടി പാടില്ലെന്ന രജിസ്ട്രാറുടെ സർക്കുലർ നിലനിൽക്കെ പ്രധാനമന്ത്രിയെയും BJPയെയും വിമർശിച്ചായിരുന്നു ബ്രിട്ടാസിന്റെ പ്രസംഗം. ടൈൽസിനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. വിസിക്കെതിരെയും പ്രസംഗത്തിൽ പരാമർശമുണ്ടായിരുന്നു. അതേസമയം പ്രഭാഷണ പരമ്പരയിൽ രാഷ്ട്രീയമില്ലെന്നാണ് യൂണിയൻ നിലപാട്. സർവകലാശാല വിസിയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും യൂണിയനും തമ്മിൽ ഏറെ നാളായി പോരിലാണ്. അതിനിടെയാണ് പുതിയ വിവാദം. എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുണ്ട്. ഇതിന് തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ല. പരമ്പര പൊതു പരിപാടിയല്ല. യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി. എന്താണ് ജനാധിപത്യമെന്നതിൽ വ്യക്തമായ ധാരണയില്ലാത്തവരാണ് വിസിയായി ഇരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംവാദം വിസിയാണ് സംഘടിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഉത്തരവ് വിസിക്ക് എടുക്കാൻ പറ്റുമോ? അത് പെരുമാറ്റച്ചട്ട ലംഘനമല്ല. ജനാധിപത്യം എന്തെന്ന് ജനങ്ങൾ അറിയണ്ടേ? ധാർഷ്ട്യവും ദാസ്യവേലയും ഒരുമിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരവുണ്ടാകും. ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്.